ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവൽ മിൽക്ക് ഷേക്കാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് അവലാണ്. ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് പാലാണ്. ആവശ്യത്തിന് തണുത്ത പാല് വേണം. പിന്നെ ബൂസ്റ്റ് വേണം. പിന്നെ നമുക്ക് നട്ട്സ് വേണം, റേസിൻ വേണം, പഴം, ബനാന, ആപ്പിൾ, പിന്നെ ഡേറ്റ്സ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ആപ്പിളും ബനാനയും ഇത്തിരി പഞ്ചസാരയിൽ ഇട്ടിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് പഴം, ബനാന, ഡേറ്റ്സ്, ആപ്പിൾ മൂന്നും കട്ട് ചെയ്ത് കുറച്ച് ഷുഗറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതേമാതിരി അവലും കുറച്ച് ഷുഗറൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം ഗ്ലാസ്സിൽ. എങ്ങനെയാണ് അവൽ മിൽക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഐസ്ക്രീമാണ്. അത് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാനിലയോ ചോക്ലേറ്റോ ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. ഇതാണ് ഫസ്റ്റ് ലെയർ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇടുന്നത്. നമ്മൾ ഫസ്റ്റ് ലെയർ ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞ് ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യണം. നമ്മൾ ആപ്പിള്, ബനാന, ഡേറ്റ്സ് എല്ലാം ഷുഗറിൽ ഇട്ട് വെച്ചിരുന്നത് രണ്ടാമത്തെ ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നട്ട്സും റേസിൻസാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് നട്ട്സും റേസിൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എടുത്ത് വെച്ചിരിക്കുന്ന അവൽ, ഷുഗറിൽ മിക്സ് ചെയ്ത അവലാണ് ആഡ് ചെയ്യുന്നത്. ഷുഗറിൽ മിക്സ് ചെയ്ത അവൽ ഞാൻ 3 ടീസ്പൂൺ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ബൂസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൾഡ് മിൽക്ക്, നല്ല തണുത്ത പാല് ആഡ് ചെയ്യാണ്. തണുത്ത മിൽക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്രൂട്ട്സിൻ്റെ ലെയർ, അത് കഴിഞ്ഞിട്ട് അവൽ, അങ്ങനെ ഓരോന്നായിട്ട് സെറ്റായിട്ട് ഇനി ഒരു ലെയറും കൂടെ ആഡ് ചെയ്യണം. ഫസ്റ്റ് ആഡ് ചെയ്ത പോലെ തന്നെ ഒരു ലെയറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മിൽക്കും കൂടെ ഒഴിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഐസ്ക്രീം ആഡ് ചെയ്യണം. നമ്മൾ ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്.